സിന്തറ്റിക് ഡ്രഗ് ഡാൻസ് ഫ്ലോറുകളിലേക്ക് എത്തിയതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. 1912 ആദ്യമായി ഈ രാസവസ്തു ജർമ്മനിയിലെ മെർക്ക് എന്ന കെമിക്കൽ കമ്പനി നിർമ്മിച്ച് പേറ്റന്റ് എടുക്കുന്നത്. അന്നത് രക്തസ്രാവം തടയാനുള്ള മരുന്ന് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവായിരുന്നു. 70കളിൽ ഈ കെമിക്കൽ പലരും പുനർനിർമ്മിക്കുകയും അതിന് നമ്മുടെ വിചാരങ്ങളെ സ്വാധീനിക്കാൻ കഴിയുമെന്നും കണ്ടെത്തി. അതിനുശേഷം ഇത് മാനസികാരോഗ്യ ചികിത്സയിൽ ഉപയോഗിക്കാൻ തുടങ്ങി. 90കളുടെ തുടക്കത്തിൽ നിശാ പാർട്ടികളിൽ ലഹരി വസ്തുവായി ദുരുപയോഗം ചെയ്യപ്പെട്ടു. നിശാ പാർട്ടികളിലും മറ്റും തളരാതെ ദീർഘനേരം സജീവമായിരിക്കാനും തുടർച്ചയായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനും സഹായിക്കുന്ന ലഹരി വസ്തു എന്ന നിലയ്ക്കാണ് MDMA കുപ്രസിദ്ധമായത്. ഉപയോഗിച്ചു തുടങ്ങിയാൽ മറ്റ് ലഹരി വസ്തുക്കളെക്കാൾ 10 മടങ്ങ് അപകടകാരികളാണ്. MDMA ഒരു എംപത്തോജനിക് ഡ്രഗ് വിഭാഗത്തിൽപ്പെടുന്ന ഒന്നാണ്. അപരിചിതരോട് പോലും അടുപ്പം തോന്നുന്ന ഒന്ന്. ഒറ്റത്തവണ ഉപയോഗത്തിൽ തന്നെ അഡിക്ഷൻ വരാം. ഇത് നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? പുകയായി വലിച്ചും കുത്തിവെച്ചും ഗ്ലാസ് പാത്രങ്ങളിൽ ചൂടാക്കി ശ്വസിച്ചുമാണ് പ്രധാനമായും ഇവ ഉപയോഗിക്കുന്നത്. ഇത് രക്തത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ കുറച്ചു സമയം കൊണ്ട് തന്നെ രക്തത്തിൽ നിന്നും തലച്ചോറിലെത്തി കേന്ദ്ര നാഡീവ്യൂഹത്തിലെത്തുന്നു. അപകടകരമായ രീതിയിൽ രാസമാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു. തലച്ചോറിലെ ആശയവിനിമയ സംവിധാനമാണ് നാഡീകോശങ്ങൾ.